അടുത്ത യാത്ര നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലെ ഹ്യൂ ഇമ്പീരിയൽ സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. വിയറ്റ്നാമിൻ്റെ നഗുയൻ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹ്യൂ ഇമ്പീരിയൽ സിറ്റി. 1804 ഗിയ ലോങ് ചക്രവർത്തിയുടെ കാലത്ത് ആണ് ഇത് നിർമ്മിച്ചത്. ബീജിങ്ങിലെ ഹോർബിഡൻ സിറ്റിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ കൊട്ടാര സമുച്ചയം 1993 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധങ്ങളിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചെങ്കിലും ഇത് വിയറ്റ്നാമീസ് രാജഭരണത്തിൻ്റെ ചരിത്രപരമായ ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. ഇതിൻ്റെ നിർമ്മാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുവിദ്യാ ശൈലിയും ഷെങ്ഷൂയി തത്വങ്ങളും അധിഷ്ഠിതമായി നിർമ്മിച്ച ഈ നഗരത്തിൽ രാജാവിൻ്റെ കൊട്ടാരം, ക്ഷേത്രങ്ങൾ, ഭരണ കാര്യാലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇൻഡോ ചൈന യുദ്ധങ്ങളിലും വിയറ്റ്നാം യുദ്ധത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് 1993 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെറ്റായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വ്യാപകമായി പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കവിതാസമ്പന്നമായ ഹുവാങ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം കുങ് താൻ, അതായത് തലസ്ഥാന നഗരവും, ഹോങ് താൻ ഇമ്പീരിയൽ സിറ്റി, അതുപോലെ തന്നെ ടുങ് കാം താൻ ഹോർബിഡിയൻ പർപ്പിൾ സിറ്റി എന്നീ 3 പ്രധാന വലയങ്ങളായി തിരിച്ചിരിക്കുന്നു. ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഹ്യൂ ഇമ്പീരിയൽ സിറ്റി ഉണ്ടല്ലോ, വിയറ്റ്നാമിലെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 1802 മുതൽ 1945 വരെ വിയറ്റ്നാം ഭരിച്ചിരുന്ന 13 ന്യൂയുഗൻ ചക്രവർത്തിമാരുടെ ആസ്ഥാനവും കൂടിയായിരുന്നു ഈ ഒരു ഹ്യൂ ഇമ്പീരിയൽ സിറ്റി. ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഒരു മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ചുറ്റും നല്ല പച്ചിപ്പും, അതുപോലെ തന്നെ നടന്നാലും തീരത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ രാജവംശത്തിൽപ്പെട്ട ഒരു രാജവംശക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കൊട്ടാരമാണെന്ന് തോന്നുന്നു, കുറേ കൊട്ടാരങ്ങൾ മാതിരി. പക്ഷേ എല്ലാത്തിനകത്തും നമ്മളെ കടത്തിവിടത്തില്ല കേട്ടോ. അതിനകത്തൊക്കെ പ്രഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടത്തിവിടുന്നതിന് കുഴപ്പമില്ല, നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇത് കണ്ടില്ല എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല പച്ചിപ്പാണ്. ക്ലൈമറ്റും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. നടന്നാലും തീരത്തില്ല. എനിക്ക് വന്നൊരു 4-5 മണിക്കൂർ അവിടെ നിന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ മൊത്തവും കണ്ടു തീരത്തില്ല, അത്രയ്ക്കുണ്ട്. ഒരു ദിവസം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കണ്ടു തീരും. അങ്ങനത്തെ ഒരു വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ രാജവംശം എല്ലാം താമസിച്ച സ്ഥലങ്ങളാണല്ലോ, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ആയതുകൊണ്ട് തന്നെ ഇത് അത്രയും ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടില്ല, അവരുടെ ഓരോ അമ്പലങ്ങൾ അങ്ങനെ ഓരോന്നും എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചരിത്രമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളിനി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോവും. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഉള്ളതിൻ്റെയൊക്കെ കയറി വീഡിയോ എടുത്തു കേട്ടോ. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും, അത്രയ്ക്ക് മനോഹരമാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ, നമുക്ക് കണ്ണിൽ കാണുന്ന മനോഹരമായിട്ടുള്ള എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ തോന്നും. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതൊക്കെ അതിൻ്റെയൊക്കെ തന്നെ. അവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുരാതനമാണ്. ഇതിനകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതിനകത്തൊന്നും ആൾക്കാർക്ക് കയറാൻ ഒക്കത്തില്ലായിരുന്നു. അത് കണ്ടാൽ അറിയാമല്ലോ. അങ്ങനെ ചുറ്റുപാട് നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാലും കാഴ്ചകൾ കണ്ടാലും തീരത്തില്ല, അത്രയ്ക്കുണ്ടായിരുന്നു.
ഇത് കണ്ടോ, ഈ ഒരു ചെടി കണ്ടോ, എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തതാണേ. നോക്കുമ്പോൾ നമ്മുടെ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ നമ്മുടെ മാതള നാരങ്ങയൊക്കെ കിടക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, സംഭവം ഇതൊന്നും അല്ല. ഞാനതിൻ്റെ ഒരു കണ്ടുകൊണ്ട് എനിക്കൊരു ആകർഷണം തോന്നിയുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര രസം കേട്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടാലും തീരത്തില്ലെന്ന് പറയത്തില്ല, അതുപോലെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹ്യൂ ഇമ്പീരിയൽ സിറ്റിയുടെ കാഴ്ചകൾ കേട്ടോ. കുറേ ഉണ്ട്, ഞാൻ ഏറെക്കുറെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നടക്കാൻ വലിയ താല്പര്യമില്ലാത്തവർക്ക് സൈക്കിളൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമുക്ക് അവിടെയൊക്കെ കറങ്ങി നടക്കാം. അതുപോലെ തന്നെ ഈ പിന്നെ അവിടെ ഡ്രൈവർമാരുണ്ട്, ഒരു എന്തോ ഓപ്പൺ വണ്ടി പോലുള്ള, അതിനകത്തും വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കൊണ്ട് നടന്ന് കാണിക്കും. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അടുത്തത് നമ്മൾ പോയത് ഒരു സാമ്പ്രാണി ഉണ്ടാക്കുന്ന, അതായത് സാമ്പ്രാണി മാനുഫാക്ചറിങ് ഒരു യൂണിറ്റിലോട്ടാണ് പോയത് കേട്ടോ. അത് മനോഹരമായിരുന്നു. അതായത് നല്ല എന്തുവാ അഗർവുഡിൽ നിന്നൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളും. അത് ഒരു ഇതൊന്നുമല്ല, കുറേ കടകൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഇങ്ങനത്തെ സാമ്പ്രാണി തിരിഞ്ഞാനും വാങ്ങിച്ചതല്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതൊക്കെ കാണാനായിട്ട്. നമ്മൾ സാമ്പ്രാണി തിരിയൊക്കെ വീട്ടിൽ കൊളുത്തി വെക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിൻ്റെ പുറയിലുള്ള കഷ്ടപ്പാടൊക്കെ. കണ്ടില്ലേ എത്ര മെനക്കെട്ടിട്ടാണെന്നറിയാം അവരിത് ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട്. അവിടെ കുറേ നേരം ഞങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നല്ല പിന്നെ നല്ല മണമുള്ള തിരികൾ കേട്ടോ. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും ഒരു 2-3 സെറ്റ് ഞാനും വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല മണമായിരുന്നു. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതേ ഉള്ളൂ. കഴിഞ്ഞ തവണ കണ്ടായിരുന്നല്ലോ. നല്ല രസമാണ്. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഒരു ട്രിപ്പ് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വിയറ്റ്നാം ട്രിപ്പെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മളൊരു അവിടുത്തെ ഒരു പ്ലാന്റ് നഴ്സറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോരം കളക്ഷൻസ് എന്നറിയാവോ, ഓർക്കിഡിൻ്റെ കണ്ടാലും തീരത്തില്ല, അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് കുറച്ചൊരു
ഇങ്ങനെ ചെടി കാണുന്ന ഒരു കുറേ വളർത്തുന്ന സ്വഭാവമുണ്ട്. അതായത് പ്രധാനമായിട്ട് ഇൻഡോറാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് അയാൾ ആവുന്ന ഞങ്ങളുടെ പറഞ്ഞു ഓർക്കിഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ലാഭമാണ് കേട്ടോ അവിടുന്ന് ഓർക്കിഡൊക്കെ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ നടക്കാത്ത കാര്യമാണത്. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് ഈ ചെറിയ ചെറിയ കാക്ടസ് മാതിരിയുള്ള എനിക്ക് തോന്നുന്നൊരു 10 ടൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട്. ഇൻഡോറായിട്ടുള്ളതാണ്. കാക്ടസൊക്കെ ആയതുകൊണ്ട് വളരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് നോക്കട്ടെ, എപ്പോഴെങ്കിലും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അതൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിള്ളേരുടെ മുടി വെട്ടിയതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അന്ന് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുവാണ് കേട്ടോ. ഇതാണ് അവരുടെ മുടിവെട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നത്. ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു അവർ. അങ്ങനെ മോളുടേതും മോൻ്റേതും എന്താ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടിരുന്ന മുടിയൊക്കെ വെട്ടി മോളുടേത് കളറൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. മോൻ്റേത് ഇടയ്ക്കൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് അതാണ് അവർ ഈ ചെയ്യുന്നത് കേട്ടോ. അതും നല്ല പിന്നെ എന്താ പറയുക, അവനത് എഫക്റ്റ് ആയിരുന്നു. കുറേ ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്. ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അവസാനത്തെ ലുക്ക് ഇതാണ്. പിന്നെ ഇതൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ ചെയ്തത്. കണ്ടില്ലേ, കളറൊക്കെ ചെയ്തതിന് ശേഷം. ഇതിപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്കത്ര മനസ്സിലാവത്തില്ല. പക്ഷേ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല കളറ് അവിടെ ഇവിടെയായിട്ട് നല്ലതായിട്ട് കാണാം. അങ്ങനെ എല്ലാം നല്ല സ്റ്റൈലാക്കി അവസാന സ്റ്റൈലായിട്ടുള്ള ഫോട്ടോ അല്ല വീഡിയോ. അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയത്തില്ല. അങ്ങനെ വിയറ്റ്നാമിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ മക്കൾ അവിടുന്ന് തന്നെ അവർ പിന്നെ ഓസ്ട്രേലിയയിലോട്ട് തിരിച്ചു പോയി. ഞങ്ങൾ ദുബായിലോട്ടും വന്നു. കുറേ ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് നല്ല സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. ഇനിയും ഇതുപോലെ കുറേ യാത്രകൾ ചെയ്യാനുള്ള ആശയവുമായി ഞാനിവിടെ നിർത്തുകയാണ്. ഇതാണ് ഞങ്ങളുടെ കൂടെ ട്രാവൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ഹെൻറി.